എല്ലാ പ്രേക്ഷകർക്കും സഖിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. വിവാഹശേഷം വീടുകളിൽ ഒതുങ്ങിക്കൂടുന്നവരോട് തിരൂർക്കാരി ജാൻസി മിഗ്ദാദിന് ചിലത് പറയാനുണ്ട്. സമയം വിലപ്പെട്ടതാണ്. അതുകൊണ്ടുതന്നെയാണ് അവർ വെറും 25 സെന്റ് സ്ഥലത്ത് മുയൽ കൃഷി ചെയ്ത് മാസം 50,000 രൂപ വരെ വരുമാനം നേടുന്നത്. മുയൽ കൃഷിയിലെ വിജയഗാഥയുമായി ജാൻസി മിഗ്ദാദ്. ഗൃഹസഖിയിൽ കാണാം ജാൻസി. നമസ്കാരം. ഇന്ന് ഗൃഹസഖിയിൽ നിങ്ങളോടൊപ്പം ജാൻസി മിഗ്ദാദ്. കഴിഞ്ഞ 9 വർഷമായി മലപ്പുറം ജില്ലയിലെ തിരൂരിൽ ആഷിയാന എന്ന റാബിറ്റ് ഫാം നടത്തി വരികയാണ്. ഹസ്ബൻഡ് ഗൾഫിലായിരുന്നു. നാട്ടിൽ വന്നപ്പോൾ എന്തെങ്കിലും ചെയ്യണമെന്ന് വിചാരിച്ച് അന്ന് പോൾട്രി ഫാം ചെയ്തിരുന്നു. അത് അന്നൊക്കെ തുടക്കാണ്, ബ്രോയിലർ കോഴികളെ. പക്ഷെ 1 വർഷം ചെയ്ത് ഗൾഫിലെ ഇത്രയും ക്യാഷ് നമുക്ക് എന്തായാലും പോൾട്രി ഫാം ചെയ്യുമ്പോൾ കിട്ടൂലല്ലോ. വീണ്ടും ഗൾഫിലേക്ക് പോകണമെന്നായി. അങ്ങനെ സൗദിയിൽ പോയി. അവിടെ മെച്ചുണ്ടായിരുന്നില്ല. തിരിച്ചു വന്ന് അപ്പോൾ നാട്ടിലെന്തെങ്കിലും ചെയ്യാന്നുള്ളൊരു അപ്പോഴേക്കും പോൾട്രി ഫാം എല്ലായിടത്തും ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് മുയൽ കൃഷി ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞ്, ആരും ചെയ്യാത്തൊരു സംരംഭമാണ്. മുയലിറച്ചിക്ക് വേണ്ടി പല സ്ഥലങ്ങളും അന്വേഷിച്ച് നടന്നിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, ഇതാർക്കും കിട്ടാത്തൊരു മീറ്റല്ലേ, നമുക്കത് ചെയ്യാന്ന് പറഞ്ഞ് അങ്ങനെയാണ് 50 മുയലുകളെ വെച്ചിട്ട് മുയൽ കൃഷി സ്റ്റാർട്ട് ചെയ്തത്. തുടക്കത്തിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. വീണ്ടും അതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ച് ഇന്ന് ഈ നിലയിലായി. മുയലുകൾ പെറ്റുപെരുകുന്ന ഒരു ജീവിയാണ്. 1 മുതൽ 13 കുഞ്ഞുങ്ങൾ വരെ പ്രസവിക്കും. ഒരു മുയൽ എത്ര കണ്ട് പ്രസവിക്കുന്നു അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ലാഭം വരിക. ഒരു മുയലിന് ഒരു ദിവസത്തെ ചെലവ് 2 രൂപ വരുള്ളൂ. വെള്ളം എപ്പോഴും കൂട്ടിൽ വേണം. തീറ്റ നമുക്ക് തവിടുകൾ മിക്സ് ചെയ്ത് കൊടുക്കാം. അതല്ലെങ്കിൽ അതിൻ്റെ ഫീഡ് തന്നെ, റാബിറ്റ് ഫീഡ് വിപണിയിലുണ്ട്, അത് വാങ്ങിക്കൊടുക്കാം. പുല്ല് 2 നേരം പുല്ല് കൊടുക്കണം. പറമ്പിലുണ്ടാവുന്ന ഒരുവിധം എല്ലാ പുല്ല്, ഓല, പ്ലാവിൻ്റെ ഇല, വൈക്കോല്, ശീമയില, പിന്നെ എല്ലാ ആടുമാടുകൾക്ക് കൊടുക്കുന്ന എല്ലാ പുല്ലും, വിഷപ്പുല്ലല്ലാത്ത ഒരുവിധം എല്ലാ പുല്ല്, CO3, CO4 പോലുള്ള പുല്ലുകൾ എല്ലാം കൊടുക്കാം.
ഒരു യൂണിറ്റ് മുയൽ ചെയ്യുകയാണെങ്കിൽ ഒരു യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 8 പെൺമുയൽ 2 ആൺമുയൽ കൂടും അടങ്ങുന്നതാണ് ഒരു യൂണിറ്റ്. അത് ചെയ്യുകയാണെങ്കിൽ അതിൽ നിന്ന് ഇപ്പോൾ ഞങ്ങളിവിടെ ആളുകൾ വളർത്താൻ വേണ്ടി മുയലുകളെ കൊണ്ടുപോയി തിരിച്ച് ഞങ്ങൾ അവർ വളർത്തി കഴിഞ്ഞ് കുഞ്ഞുങ്ങളെ ഞങ്ങൾ ബൈബാക്ക് ചെയ്യും. അതിനവിടെ കട്ട് ചെയ്ത് മീറ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു യൂണിറ്റ് കൊണ്ടുപോയാൽ ആളുകൾ 2000 മുതൽ 8000 രൂപ വരെ ഒരു യൂണിറ്റിൽ നിന്ന് മുയലുകളവിടെ വളർത്താൻ കൊണ്ടുവന്ന് അവർ 8000 രൂപ വരെ ക്യാഷ് വാങ്ങിയിട്ട് പോവാറുണ്ട്. ആദ്യം മുയൽ ഫാം ചെയ്യണമെങ്കിൽ ആദ്യം അതിനെക്കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് പഠിക്കണം. ഞങ്ങളിവിടെ ആളുകൾക്ക് അതിനു വേണ്ടി പുസ്തകം CD ഒക്കെ കൊടുത്ത് അത് കൊണ്ടുപോയി പഠിച്ച് അതിന് ഒരു 10 ചോദ്യമൊക്കെ ചോദിച്ച് അതിൻ്റെ ശേഷം മാത്രമേ ബുക്കിംഗ് എടുക്കുള്ളൂ. ഇതെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റില്ല, ഇതിനോടൊരു താല്പര്യം വേണം. ഇതെന്ന് പറഞ്ഞാൽ അധികം സ്ഥലം വേണ്ട, ഒരു 2 സെന്റ് സ്ഥലം ഉണ്ടെങ്കിൽ നമുക്ക് 5 യൂണിറ്റ് വരെ ചെയ്യാം. അത്ര ബുദ്ധിമുട്ടുള്ളതല്ല. തറ മണ്ണ് മതി, സിമെന്റ് ചെയ്യണ്ട. അപ്പോൾ പിന്നെ അടിച്ചു വാരി എടുക്കേണ്ട ആവശ്യമില്ല. EM സൊല്യൂഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ തീരെ സ്മെല്ല് ഉണ്ടാവില്ല. അതിനുള്ള തീറ്റ പുല്ല് എന്നും നമുക്ക് ഒരേ അവസ്ഥ ആവില്ല. എല്ലാ ദിവസവും ഒരു ദിവസം നല്ല ഫ്രഷ് ആണെങ്കിൽ ഒരു ദിവസം നമ്മൾ തീരെ സുഖം ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അതിന് വേണ്ട തീറ്റ പുല്ല് കാര്യങ്ങൾ കൊടുത്തിട്ട് നമുക്ക് വന്ന് റെസ്റ്റ് ചെയ്യാം. ചിലർക്ക് എത്ര ക്യാഷ് പറഞ്ഞാലും കുഴപ്പമില്ല. 2 മുയലുകൾ എന്ന് പറഞ്ഞാൽ ഇത് ഫാൻസി ആയിട്ട് ചെയ്യുന്നവർ അവർക്ക് എത്ര ആയാലും വേണ്ടിയില്ല, 2 മുയലിനെ കിട്ടിയാൽ മതി വീട്ടിൻ്റെ മുന്നിൽ വെക്കാൻ. പക്ഷെ ഞങ്ങളിവിടെ അങ്ങനെ കൊടുക്കില്ല. ഞങ്ങളിവിടെ കൊടുക്കുന്നത് അത് പറഞ്ഞാൽ വളർത്താൻ വേണ്ടി മാത്രമേ കൊടുക്കുള്ളൂ. വലിയ മുയലുകളെയാണ് കൊടുക്കുന്നത്. 4, 5, 6 മാസം പ്രായം വരുന്ന മുയലുകളെ പഠിക്കണം. പഠിച്ചിട്ട് എക്സാം നടത്തും, അതിൻ്റെ ശേഷം കൊടുക്കുള്ളൂ. ഇതെന്ന് പറഞ്ഞാൽ അവർക്കൊരു വരുമാന മാർഗമാവണം. മക്കളെല്ലാവരും ഹെൽപ്പ് ചെയ്യും. ഹസ്ബൻഡാണ് ഇതിൻ്റെ മാർക്കറ്റിങ്ങിൻ്റെ കാര്യം നോക്കുന്നത്. മീറ്റ് കൊടുക്കുന്നുണ്ട്, കട്ട് ചെയ്ത് മീറ്റ് കൊടുക്കും. പിന്നെ ക്ലീൻ ചെയ്യാനാണെങ്കിലും നമ്മളിപ്പോൾ ഒരു പണിക്കാരനുണ്ടെങ്കിലും അവരെ നമ്മളെന്നും എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റില്ല. അവരില്ലെങ്കിലും നമ്മൾ ചെയ്യാൻ പറ്റണം. മക്കൾ അപ്പോൾ അവർക്കുള്ള തീറ്റ പുല്ല് കാര്യങ്ങളൊക്കെ കൊടുക്കാൻ എന്നെ സഹായിക്കാറുണ്ട്. പിന്നെ ഇതിൻ്റെ മുയലിൻ്റെ കാഷ്ടാണെങ്കിൽ നല്ലൊരു വളമാണ്. ചെടികൾ, പച്ചക്കറികൾ ഇതിനൊക്കെ നമുക്ക് ഉപയോഗിക്കാം. പിന്നെ കൂടാതെ ഇവിടെ എന്ന് പറഞ്ഞാൽ ആളുകൾ വന്നിട്ട് റബ്ബർ കൃഷി ചെയ്യുന്നവർ, വാഴ കൃഷി ചെയ്യുന്നവർ ഇവരൊക്കെ മുയൽ കാഷ്ടം വാങ്ങി പോവാറുണ്ട്. രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ മകളെ സ്കൂളിൽ പറഞ്ഞേക്കാണ്ടാവും, മകന് ജോലിക്ക് പോകണ്ടാവും. അത് കഴിഞ്ഞ ഉടനെ വീട്ടിലേക്ക് രാവിലത്തെ ഉച്ചക്കത്തെ ഭക്ഷണം ഉണ്ടാക്കിയതിന് ശേഷം എൻ്റെ കൂടെ ഓഫീസിൽ വന്നിരിക്കും. വൈകുന്നേരം 5 മണി വരെ എൻ്റെ കൂടെ ഓഫീസിലുണ്ടാവും. ഇന്നത്തെ കാലത്ത് ഒരു TV സീരിയൽ കാണുന്ന ഒരു സമയം മതി 10-50 മുയലിനെ വളർത്താൻ. ഈ സീരിയൽ കാണുന്ന ഈ സമയം കൊണ്ട് നമുക്ക് ഒരു 50 മുയലിനെ വളർത്തി കഴിഞ്ഞാൽ എങ്ങനെ പോയാലും ഒരു ഏകദേശം ഒരു 20-25,000 രൂപ നമുക്ക് ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. അപ്പം സ്ത്രീകൾ വല്ലതും ചെയ്ത് കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് നമ്മുടെ കേരളത്തിൽ ജീവിക്കാൻ പറ്റുള്ളൂ.
ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഷെഡ് കൊടുക്കണം. ആ ഷെഡ് എന്ന് പറഞ്ഞാൽ വളരെ സേഫ് ആവണം. എലി മുതൽ പുലി വരെ എന്ന് പറയാം, എല്ലാ ജന്തുക്കളും ആക്രമിക്കും. അപ്പം അതിനനുസരിച്ച് സേഫായിട്ട് ഷെഡ് കൊടുക്കുക. പിന്നെ ഇത് സ്മെല്ലില്ല, വളരെ സുഖമാണ് നമുക്കിത് ചെയ്യാൻ. പിന്നെ തൊട്ടടുത്ത് വീടുകളുണ്ടെങ്കിലും ബുദ്ധിമുട്ടില്ല, മറ്റുള്ള മൃഗങ്ങളെ പോലെയല്ല. പിന്നെ EM സൊല്യൂഷനൊക്കെ ചെയ്താൽ തീരെ സ്മെല്ലുണ്ടാവില്ല. ഞങ്ങളിത് ചെയ്യുന്നത് വീടിനോട് ചേർന്നിട്ട് തന്നെയാണ്. ഇന്നത്തെ കാലത്ത് ജീവിക്കണമെങ്കിൽ ഒരു വീട്ടിലൊരാണിൻ്റെ മാത്രം അധ്വാനിച്ച് വന്നാൽ പോരാ. വീട്ടിലെല്ലാവർക്കും ജോലി ഉണ്ടെങ്കിൽ ഇന്ന് ജീവിക്കാൻ പറ്റുള്ളൂ. മക്കളെ വിദ്യാഭ്യാസം, ഓരോരോ സാധനങ്ങളെ വില കൂടൽ, ഇതൊക്കെ ആകുമ്പോൾ നമുക്ക് എല്ലാവർക്കും വരുമാനമുണ്ടെങ്കിൽ നല്ലതാണ്. വീട്ടിൽ ഈ ഭക്ഷണം ഉണ്ടാക്കൽ മാത്രം കഴിക്കാതെ കുറച്ച് സമയം കൊണ്ട് വീട്ടിലെ പണികളൊക്കെ തീർത്ത് നമ്മൾ ഇങ്ങനത്തെ വല്ല ആക്ടിവിറ്റീസിൽ ഏർപ്പെടുകയാണെങ്കിൽ നമുക്കൊരു വരുമാന മാർഗമായി.